ഇടുക്കി പീരുമേട് മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിൽ വനം വകുപ്പിനെതിരെ CPI വന്യജീവി ശല്യം സംബന്ധിച്ച സാഹചര്യങ്ങൾ നിയമസഭയിലും വനം വകുപ്പിലും അറിയിച്ചിട്ടും ശാശ്വത പരിഹാരമായിട്ടില്ല. ഇതിനെതിരെ പീരുമേട് MLA വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ ഇന്ന് ജനകീയ പ്രതിഷേധം നടത്തും. സുബിൻ തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, ഇടുക്കി പീരുമേട് മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിൽ വനം വകുപ്പിനെതിരെ CPI തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നിയമസഭയിലും വനം വകുപ്പിലും ഈ സാഹചര്യം അറിയിച്ചിട്ടും ശാശ്വത പരിഹാരമായിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഗുരുതരമായ ആരോപണമായിട്ട് തന്നെയല്ലേ ഉന്നയിക്കുന്നത്? തീർച്ചയായും പീരുമേട് MLA വാഴൂർ സോമനാണ് ഇത്തരത്തിലൊരു ആരോപണം മുമ്പോട്ട് വയ്ക്കുന്നത്. പീരുമേട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ വന്യമൃഗശല്യം സംബന്ധിച്ച് നിരവധി തവണ നിയമസഭയിൽ അതിന്റെ ഭീകരതയെ പറ്റി പറഞ്ഞിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നേരിട്ട് കണ്ട് ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാവാത്ത ഒരു സാഹചര്യം, അതിന്റെ ഒരു അവസാന ഉദാഹരണമായി മദമ്പി ഒരു തോട്ടം തൊഴിലാളിയെ ഈ കാട്ടാന ചവിട്ടിക്കൊള്ളുന്നത് ആണ് സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ CPI കൂടി ഇടുക്കി ജില്ലയിൽ വനം വകുപ്പിനെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് 35-ാം മൈലിൽ, അതായത് മുണ്ടക്കയത്തിന് സമീപം 35-ാം മൈലിൽ ഒരു പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. ഫോറസ്റ്റ് ഓഫീസിൽ ജനകീയ പ്രതിഷേധം, ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്നുള്ളത്, മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ പീരുമേട് മണ്ഡലത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടുണ്ട്. കാട്ടാന ശല്യമാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ളത്. കല്ലാർ, മദമ്പ, പീരുമേട്, അതുപോലെ തന്നെ പട്ടുമുടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ, തോട്ടം മേഖലയിൽ ഉൾപ്പെടെ ഈ കാട്ടാനകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യമായാണ് ഈ മേഖലയിലേക്കെല്ലാം തന്നെ കാട്ടാനകൾ എത്തുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും ഈ കാട്ടാനകളെ തുരത്താനുള്ള ഒരു നീക്കം ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാവണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്.